അതേപോലെ തന്നെ നമുക്ക് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളുടെ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഫോള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഫോള് നമുക്ക് ആക്ച്വലി അത് സംഭവിക്കുന്നതാണ്, പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ അതൊരു എററായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അല്ലേ, ഒരു ലൈറ്റ് ലീക്കേജ് പോലെ ഫീൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെക്നിക്കലി എങ്ങനെ അത് കറക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ലൈറ്റിനെ നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം, ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാം. സെയിം കാര്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഇതും ഇങ്ങോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ VRAY ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തപ്പോൾ ആ ഒരു ഗ്ലിച്ച് ഒന്ന് കുറഞ്ഞു. വളരെ സ്ലൈറ്റായിട്ടുള്ളൊരു ഫോള് മാത്രമേ ഇപ്പോൾ ആ വോളിൽ വീഴുന്നുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാം. വളരെ സ്ലൈറ്റായിട്ടുള്ളൊരു ഫോള് മാത്രമേ ആ വോളിൽ ഇപ്പോൾ കാണുന്നുള്ളൂ. നല്ലൊരു സോഫ്റ്റ് ഷെയ്ഡാണ് ഇപ്പോൾ വന്ന് വീഴുന്നത്. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ ലൈറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുറത്തിരിക്കുന്ന ഈ ലൈറ്റ്സും കൂടി നമ്മൾ ജസ്റ്റ് ലിറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സെൻറ്റർ. അതിനുശേഷം നമുക്ക് പുറത്തെ ലൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഈ കാണുന്ന ലൈറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു VRAY പ്ലെയിൻ ലൈറ്റ് തന്നെയാണ്, കാരണം ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ ലൈറ്റാണ്. സോ നമുക്ക് ഒരു പ്ലെയിൻ ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നേരെ പോയതിന് ശേഷം നമുക്കതായി ഒരു പ്ലെയിൻ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഈ പ്ലെയിൻ ലൈറ്റിൻ്റെ വാല്യൂ ഞാൻ കൊടുക്കുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ ഡിഫോൾട്ട് വാല്യൂ 30 ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. നമുക്ക് ആ ഒരു ലൈറ്റ് നമുക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 200 നമുക്ക് ജസ്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ വാല്യൂ 4500 ആക്കാം. ഈ 200 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി വാല്യൂ കൊടുക്കും. കാരണം നിങ്ങളുടെ ലൈറ്റിൻ്റെ നിങ്ങൾ ചെയ്യുന്ന റൂമിൻ്റെ സൈസും അതിൻ്റെ യൂണിറ്റും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വാല്യൂ 30 തുടങ്ങി എത്ര വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു വാല്യൂ കൊടുത്തെന്ന് പറഞ്ഞത് ഇത് തന്നെ ആയിരിക്കണം വാല്യൂ എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ സെയിം ലൈറ്റ് തന്നെ നമ്മൾ ഇൻസ്റ്റൻസ് ചെയ്യാൻ പോവാണ്. കാരണം ഇതെല്ലാം ഒരേപോലത്തെ ലൈറ്റാണ് അല്ലേ. ഓക്കെ, ഇത് ഇൻസ്റ്റൻസ് ചെയ്ത് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് കോപ്പി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ലൈറ്റ്സ് അലൈൻഡ് അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അലൈൻഡായിട്ട് കറക്റ്റായിട്ട് വരാത്തത്. അലൈൻഡ് ആണെങ്കിൽ പ്രോപ്പർ ഡിസ്റ്റൻസിൽ ഇത് വന്നേനെ. അത് ഞാൻ മോഡൽ ചെയ്ത് അലൈൻ ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്കാണ്, സോറി. അപ്പോൾ നമ്മളിത് ഇവിടെ ഏകദേശം അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡയറക്ഷണൽ വാല്യൂ നമുക്ക് നേരത്തെ കൊടുത്ത അതേ വാല്യൂ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കാം. 0.55 വാല്യൂ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി സ്പ്രെഡായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് റെൻഡർ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ലൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ടെസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ആ ഒരു പുറത്തെ സൈഡ് കൂടി പ്രോപ്പറായിട്ട് ലിറ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സോഴ്സ് ലൈറ്റുകളൊന്നും ലിറ്റായിട്ടില്ല അല്ലേ. അപ്പോൾ ഇതുകൂടി ലിറ്റായി മാത്രമേ നമുക്ക് ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത് എന്നുള്ളൊരു ഫീൽ വരുള്ളൂ. അപ്പോൾ സോഴ്സ് ലൈറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലൈറ്റ് മെറ്റീരിയൽ, VRAY ലൈറ്റ് മെറ്റീരിയൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലൈറ്റ് മെറ്റീരിയൽ കൊടുക്കാം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ലൈറ്റ് മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈറ്റ് ഞാൻ ജസ്റ്റ് ഇത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യണം ഗ്രൂപ്പ്. അതിനുശേഷം സെലക്ട് സിമിലർ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് മെറ്റീരിയൽ വേണ്ട സർഫസുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. ഇപ്പോൾ ഞാൻ മറ്റ് ലൈറ്റുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതുകൂടി വന്നത്. ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് മാത്രം സെലക്ട് ചെയ്ത് സെലക്ട് സിമിലർ കൊടുക്കുമ്പോൾ ആ ഒരു സർഫേസ് മാത്രം നമുക്ക് കിട്ടും. അതായത് ലൈറ്റ് മെറ്റീരിയൽ എവിടേക്കാണോ കൊടുക്കേണ്ടത് അതിന് ഒരേപോലത്തെ ടെക്സ്ചർ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് സിമിലർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം സെലക്ട് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ലൈറ്റ് മെറ്റീരിയൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലൈറ്റ് മെറ്റീരിയൽ എങ്ങനെ കൊടുക്കണമെന്ന് കാണിച്ചു തരാം. മെറ്റീരിയൽ എടുക്കുക, VRAYയിൽ പോവുക. ഇവിടെ VRAY ലൈറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അതിനുശേഷം നമുക്കിതിനൊരു ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് വന്നിട്ട് ഒരു 20 കൊടുക്കാം. 20 കൊടുത്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി അപ്ലൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക്
നമുക്ക് ഒരു ടെസ്റ്റ് റൺ ചെയ്ത് കൊടുക്കാം എങ്ങനെയാണ് ഈ ഒരു വാല്യൂ ഇരിക്കുന്നത് എന്നുള്ളത്. കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സോഴ്സിൽ ലൈറ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് അവിടെ ഒരു ലൈറ്റ് സോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം നല്ലൊരു രീതിയിൽ ആ ഒരു ലൈറ്റ് സോഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ലൈറ്റ് സോഴ്സ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇനി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ ഈ ബാക്കിൽ ഓൾറെഡി ഞാൻ ആദ്യം കാണിച്ച ഔട്ട്പുട്ടിൽ കണ്ട പോലെ ബാക്കിലൊരു ബ്ലൂ ലൈറ്റ് നമുക്ക് കൊടുക്കാനുണ്ട്. അതേപോലെ നമ്മളുടെ ലോഗോ ആയിട്ടുള്ള ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ലിറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ റെൻഡർ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്കിൽ പോയിട്ട് നമുക്കൊരു പ്ലെയിൻ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മളൊരു പ്ലെയിൻ VRAY ലൈറ്റ് എടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നു. പ്ലേസ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഇവനെ അലൈൻ ചെയ്യുകയാണ്. ഈ ലൈറ്റിനെ പ്രോപ്പറായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്നു. കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അതിനടുത്ത് പോയി നോക്കാം. ഓക്കെ, പ്രോപ്പറായിട്ട് അത് അലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ജസ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 100 ആണ് വാല്യൂ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു വയലറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വയലറ്റ് കളറിൻ്റെ വാല്യൂ ഞാൻ ഓൾറെഡി ഇവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. ഈ ഒരു കളർ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഡിറക്ഷണൽ വന്നിട്ട് നമുക്ക് ഒരു 0.65 കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫോൾ ചെയ്യണം താഴത്തേക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വാല്യൂ കൊടുക്കുന്നത്. അതുപോലെ ഇൻവിസിബിൾ കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രോപ്പറായിട്ട് ആ ഒരു ലൈറ്റിൻ്റെ ഫോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പ്രോപ്പറായിട്ടൊരു ഫോൾ പോകുന്നുണ്ട് താഴേക്ക്. അതേപോലെ തന്നെ ഇവിടെ ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മളൊന്ന് താഴേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം നമുക്കത് ഒന്ന് അലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് അവിടെ നിന്ന് മാറിക്കിട്ടും. ആ ഒരു ഫില്ലിങ് ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല നമ്മൾ കുറച്ചും കൂടി അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഈ ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോൻ്റെ ഈ ഒരു ഏരിയ കൂടി നമുക്ക് ലിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ലൈറ്റ് മെറ്റീരിയലിൽ നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഒരു കോപ്പി എടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒരു 30 ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് അതിലേക്ക് ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോസിൻ്റെ ലോഗോയിലേക്ക് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടെസ്റ്റ് റൺ കൂടി ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോസ് ഏകദേശം ലിറ്റായിട്ടുണ്ട്. ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ലൈറ്റ് സ്ട്രീക്സ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. അത് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. ലെൻസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂം എഫക്റ്റ് പ്രോപ്പറായിട്ട് അവിടെ കിട്ടും. സോ ഈ ഇൻറ്റൻസിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റും. അതുപോലെ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫൈനൽ റെൻഡർ സെറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രോപ്പർ ലൈറ്റിംഗ് ഈ ഒരു സ്പേസിന് വേണ്ടത്. ഇനി നമുക്ക് ഫൈനൽ റെൻഡർ സെറ്റിങ്ങിലേക്ക് പോവാം. നമ്മൾ റെൻഡർ സെറ്റിങ്ങിലേക്ക് വന്നു. ഞാനിപ്പോൾ ക്വാളിറ്റി നമ്മുടെ ഈ ഒരു റെസൊല്യൂഷൻ കൂട്ടാൻ വേണ്ടി, ക്വാളിറ്റി അല്ല റെസൊല്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഹയർ വാല്യൂ ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ജസ്റ്റ് 1620 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1620 × 2 കൊടുക്കുകയാണ്. അപ്പോൾ വരുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3240 എന്നാണ് വരുന്നത്. നമ്മളിവിടെ 3240 എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ 2025 നമ്മൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2025 × 2 എത്രയാണ് വരുന്നത്? 4050. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ കൊടുക്കുകയാണ്. 4050 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് VRAY ഗ്ലോബൽ സ്വിച്ചസിൽ പോയിട്ട് നമ്മളത് എക്സ്പേർട്ട് മോഡിലേക്ക് മാറ്റുക. ഇമേജ് സാമ്പിളർ ആൻറ്റി അലിയാസിങ് തിങ് ബക്കറ്റാണോ എന്ന് നോക്കുക. ബക്കറ്റ് ഇമേജ് സാമ്പിളർ അതുപോലെ നോയ്സ് ത്രെഷോൾഡ് ഇവിടെ 0.001 കൊടുക്കുക.
നെക്സ്റ്റ് വരുന്നത് ഇമേജ് ഫിൽറ്റർ ഏതാണ് വേണ്ടത്. ഞാനിപ്പോൾ ഏരിയയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കളർ മാപ്പിംഗ് ആണ് അഡ്വാൻസ് മോഡിലേക്ക് കൊടുക്കുക. GIയിൽ പോവുക, അതേപോലെ തന്നെ ഗ്ലോബൽ ഇലുമിനേഷൻ എക്സ്പേർട്ട് ലെവലിലേക്ക് മാറ്റിയിടുക. ഇറേഡിയൻസ് മാപ്പിലേക്ക് വരിക. ഇവിടെ വെരി ലോ, ഞാൻ ലോ ആണ് കൊടുക്കാറ്. നിങ്ങളുടെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഹൈ ലെവലിലേക്കും പോകാവുന്നതാണ്. ഞാൻ ലോ ആണ് സാധാരണ കൊടുക്കാറ്. അതിനുശേഷം 70/40 എന്നുള്ള സബ് ഡിവിഷൻ വാല്യൂ നമ്മളിവിടെ കൊടുക്കുക. നെക്സ്റ്റ് ലൈറ്റ് ക്യാഷ് ഞാനൊരു 2500 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റമിൻ്റെ ഓപ്ഷൻസ് നമ്മൾ എക്സ്പേർട്ട് മോഡിലേക്ക് മാറ്റാം. സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് എലമെൻറ്റ്സ് ആണ് ഞാൻ മെയിൻലി എടുക്കാറ്. ഒന്ന് ആംബിയൻ്റ് ഒക്ലൂഷനും ഒന്ന് വയർ കളറും. ആംബിയൻ്റ് ഒക്ലൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ VRAY എക്സ്ട്രാ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴെ പോവുക. അതിനുശേഷം മെറ്റീരിയൽ എഡിറ്റർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാപ്സിൽ പോവുക, VRAYയിൽ പോവുക, VRAY ഡേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ VRAY ഡേർട്ടിൻ്റെ ഒരു വാല്യൂ എത്ര നിങ്ങൾക്ക് ഡെപ്ത് വാല്യൂ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൊടുക്കാം. നോർമലി ഞാൻ 30 ആണ് കൊടുക്കാറ്. ആ ഒരു 30 കൊടുത്തതിന് ശേഷം നമുക്കിത് ഡ്രാഗ് ചെയ്ത് നോ മാപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വയർ കളറാണ് ആഡ് ചെയ്യുന്നത്. എല്ലാവർക്കും വയർ കളർ അറിയാം. എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വയർ കളർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് വയർ കളർ. അതെങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റ് റെൻഡർ ചെയ്ത് കാണിക്കുന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അതായത് ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പ് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ സാധാരണ ഈ ഒരു റെൻഡറിങ് സേവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ എങ്ങനെയാണ് ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പ് അവിടെ വരണമെന്നുള്ളത്. ഈ RGB കളറിന് താഴെ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആംബിയൻ്റ് ഒക്ലൂഷൻ നമ്മളെപ്പോഴും സേവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ചാനൽ സേവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സേവ് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ആ ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഓപ്ഷനുകൾ വരുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ക്ലിക്ക് ആണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു ചാനലിൽ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആംബിയൻ്റ് ഒക്ലൂഷൻ സേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഓരോ മാപ്പും നമ്മൾ സേവ് ചെയ്തെടുക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ഈ ലൈറ്റ് സ്ട്രീക്സ് റെൻഡർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഗ്ലോ മാപ്പ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലോ ഇല്ലാത്ത ഒരു ഇമേജായിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം ഇത് ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ ഗ്ലോ ഉള്ള ഇമേജായിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി റെൻഡർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റെൻഡർ. ഇത് റോ റെൻഡറാണ്. നേരത്തെ എടുത്തിരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്ലോ മാപ്പും ഉണ്ട്, ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പും ഉണ്ട്, വയർ കളറുണ്ട്. ഇതാണ് വയർ കളർ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാജിക് വൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലോ മാപ്പ് നമുക്കിതിൽ നമ്മളുടെ നോർമൽ മാപ്പിലേക്ക് കൊണ്ട് മെർജ് ചെയ്യാം. നമ്മൾ എന്തിനാണ് 2 സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഗ്ലോ ഒരുപാട് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അവിടെ ഒപ്പാസിറ്റി അനുസരിച്ച് ഇതിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടമാണ് എത്രത്തോളം വേണം എത്രത്തോളം കുറയ്ക്കണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതിലിപ്പോൾ ഞാൻ ഇപ്പോൾ ലൈറ്റ് സ്റ്റുഡിയോസിൻ്റെ ഈ കാണുന്ന ഒരു ഗ്ലോ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഇറേസ് ടൂൾ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം ജസ്റ്റ് അത് മാത്രം ജസ്റ്റ് ഒന്ന് ഒരുപാട് അത് മിസ്സായി പോവാതെ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചെടുക്കുകയാണ്. കണ്ടോ, നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മളത് മെർജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇപ്പോൾ ഒരു വൺ സിംഗിൾ ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഈ ഒരു ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പിലേക്ക് കൊണ്ടുവരും. ആംബിയൻ്റ് ഒക്ലൂഷൻ മാപ്പ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് എഡ്ജ് ഡെപ്തും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റും. മെർജ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. മൾട്ടിപ്ലൈ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമുക്കിതാ ഇത് ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാം. ഈ എഡ്ജൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി
ക്ലിയർ ആണ്. ചില സ്ഥലത്തേക്ക് ഇത് ഓവറൈഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ജസ്റ്റ് ഇറേസ് ടൂൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ ഈ അനാവശ്യമായിട്ട് വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഇറേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ എവിടേക്കാണോ വേണ്ടത് അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലും ഇപ്പോൾ ഈ വാസ് ഓവറൈഡ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ്. ഇനി നോക്കുക എവിടേക്കാണ് വരുന്നത് ഓവറൈഡ് ചെയ്ത് ബ്ലാക്കിഷ് ആയിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇവിടെയും അതേപോലെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുക പ്രോപ്പറായിട്ട്. ഇത്രയും ക്ലിയർ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മെർജ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കളർ കറക്ഷൻ ചെയ്യുക. ഞാൻ നോർമലി ഇപ്പോൾ ചെയ്യാറ് ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലാണ് മെയിനായിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ക്യാമറ റോ ഫിൽറ്ററിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു എക്സ്പോഷർ വാല്യൂ എല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കോൺട്രാസ്റ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ നിങ്ങളൊന്നും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാടധികം എലമെൻറ്റ്സ് എടുത്ത് എഡിറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് പ്ലേ ചെയ്താൽ മതി. ഓരോ വാല്യൂസും വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഷാർപ്പനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്പേസ് നമ്മൾ ജസ്റ്റ് എഡിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളോട് പറയാം. നമ്മളെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. സോ നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാം. കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമുക്കറിയാവുന്ന നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. കാരണം ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോ വീണ്ടും വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടിങ് പ്രോബ്ലംസും ട്രബിൾസും ഉണ്ട്. നിങ്ങളതൊക്കെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുടെ ഞങ്ങൾ വേഗം വരുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് എല്ലാം നമ്മളുടെ താഴെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.